ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഒരു വിജാതീയൻ്റെ ശതാധിപൻ്റെ പ്രാർത്ഥന ദിവ്യബലിയുടെ പ്രാർത്ഥനയായി സ്വീകരിക്കാൻ നമുക്ക് പറ്റും. തീർച്ചയായും പറ്റും എന്നുള്ളതാണ് നമ്മുടെ ബലിയർപ്പണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. ഒരു ശതാധിപൻ്റെ വിജാതീയൻ്റെ പ്രാർത്ഥനയാണ്. കാരണം എന്താ? ക്രിസ്തു തന്നെ അവനെ അത്രത്തോളം പ്രശംസിച്ചത്. ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കർത്താവിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഒക്കെ നമുക്ക് കഴിയും, പറ്റും, നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം. എന്നാൽ കർത്താവ് നമ്മെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക അത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ കർത്താവിൻ്റെ കയ്യടി കിട്ടണമെങ്കിൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യം ജീവിതം കൊണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ കർത്താവിൻ്റെ കയ്യടി വാങ്ങിച്ച ഒരു മനുഷ്യനെയാണ് നാം ഇന്ന് തിരുവചനത്തിൽ പരിചയപ്പെടുന്നത്. 100 ഭടന്മാരുടെ മേൽ അധികാരമുള്ളവനാണ് ശതാധിപൻ. അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുവനെ അവൻ തൻ്റെ സ്വന്തം മകനെ പോലെ കണ്ടു സ്നേഹിച്ചു എന്നുള്ളതാണ് വലിയ പ്രത്യേകത. കാരണം നിയമം അനുശാസിക്കുന്നത് ഭൃത്യനെ കൊണ്ട് ഇനിയൊരു പണിക്ക് പറ്റില്ല എങ്കിൽ അവനെ ഇങ്ങനെ മൃഗങ്ങളെ കളയുന്നത് പോലെ വലിച്ചെറിഞ്ഞ് കളയാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഈ ശതാധിപൻ തൻ്റെ ഭൃത്യൻ ഇങ്ങനെ മരണാസന്നനായി കിടക്കുമ്പോൾ അവനെ രക്ഷിക്കുവാൻ വേണ്ടി ഏതാനും ഭൃത്യന്മാരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വിടുന്നത്. എന്നിട്ട് ആ ചെല്ലുന്നവർ പറയുന്ന കാര്യമുണ്ട്, ദാ വിട്ടിരിക്കുന്ന ശതാധിപൻ സഹായത്തിന് അർഹനാണ്. കാരണം എന്താ? നമുക്ക് വേണ്ടി, ഒരു വിജാതീയനായിരുന്നിട്ടും യഹൂദരായ നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് തന്നെ പണിത് തന്നിട്ടുണ്ട്. അവനെക്കുറിച്ചുള്ള വാഴ്വ് ജനത്തിനുണ്ട്. ഇത് കേട്ടപ്പോൾ തീർച്ചയായും സഹായത്തിന് അർഹനാണെന്ന് കരുതി കർത്താവ് അയക്കപ്പെട്ടവരോടൊപ്പം അവൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഭൃത്യനെ അയച്ചുകൊണ്ട് പറയുക, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. എല്ലാ ബലിയിലും നാം പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഇത്. സഭാപിതാക്കന്മാരുടെ പ്രാർത്ഥനയൊന്നുമല്ല. ഒരു വിജാതീയൻ്റെ പ്രാർത്ഥന പോലും ബലിയിൽ ഇടം കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് കൈയടിച്ച മനുഷ്യനാണ്. എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യതയില്ലെന്ന് പറയുമ്പോൾ അതാ ശതാധിപൻ്റെ എളിമയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ അയോഗ്യത ഏറ്റുപറയുന്ന മനോഭാവവുമാണ്. ഒരു രാജാവ് വേഷപ്രച്ഛന്നനായിട്ട് ഇങ്ങനെ തൻ്റെ ഗ്രാമത്തിലൂടെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാവപ്പെട്ടവൻ്റെ കുടിലിൽ കയറി അവൻ്റെ ആതിഥ്യം സ്വീകരിക്കുന്നുണ്ട്. ആ മനുഷ്യനറിയില്ല ഈ വന്നിരിക്കുന്നത് തൻ്റെ സുൽത്താനാണെന്ന്. എന്നിട്ടും അതിഥിയെ തന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഇങ്ങനെ സൽക്കരിച്ച് ആ വീട്ടിൽ താമസിപ്പിക്കുക. രാജാവിന് ഒത്തിരി സന്തോഷമായി. അവസാനം ആ വീട് വിട്ട് ഇറങ്ങുമ്പോൾ ഈ സുൽത്താൻ ആ പാവപ്പെട്ട മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ നിനക്ക് സമ്മാനം തരേണ്ടത്? കാരണം ഞാൻ നിൻ്റെ സുൽത്താനാണ്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ പറയുന്ന ഇങ്ങനെയാണ്, എൻ്റെ രാജാവേ, ഇതിൽ പരം മറ്റെന്ത് സമ്മാനമാണ് എനിക്ക് കിട്ടാനുള്ളത്? അങ്ങ് സുൽത്താനായിരിക്കെ ഈ പാവപ്പെട്ടവൻ്റെ കുടിലിൽ വന്ന് താമസിക്കാൻ അങ്ങ് മനസ്സായില്ലേ? അത് തന്നെയാ ഏറ്റവും വലിയ സമ്മാനമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെയുള്ളൊരു പ്രാർത്ഥനയാണ്. അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് കൊടുത്ത ആരാധന, പ്രാർത്ഥന, മഹത്വം എത്ര വലുതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്രകാരം ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയ 2 വലിയ രക്തസാക്ഷികളെയാണ് തിരുസഭാ മാതാവ് ഇന്ന് ആദരവോടെ വിശുദ്ധമായ അൽത്താരയിൽ ഓർക്കുന്നത്. സഭയുടെ പാപ്പ ആയിരുന്ന കൊർണോലിയസ് പാപ്പായെയും മെത്രാനായിരുന്ന വിശുദ്ധ സിപ്രിയനെയും. പ്രിയപ്പെട്ടവർ, 2 പേരും മതപീഡനത്തിൻ്റെ വലിയ നാളുകളിൽ ജീവിച്ചിരുന്നവരാണ്. കാരണം അത്രത്തോളമായിരുന്നു പീഡനത്തിൻ്റെ കാഠിന്യം.
16 മാസത്തോളം സഭയെ ഭരിക്കാൻ മാർപ്പാപ്പയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം കഠോരമായിരുന്നു അന്ന് സഭയിലെ ഈ മതപീഡനത്തിൻ്റെ വ്യാപ്തി എന്നറിയുക. അതിൻ്റെ അവസാനമായിട്ട് കടന്നു വന്ന ആളാണ് കൊർണേലിയസ് പാപ്പ. സഭാതനയർക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ ഒരു പാപ്പ. അതുപോലെ കാർത്തേജിലെ മെത്രാനായിരുന്ന വിശുദ്ധ സിപ്രിയൻ. എന്നാൽ ഇവർ രണ്ടുപേരും ധീര രക്തസാക്ഷികളായി റോമിലൊരു വസന്ത പടർന്നു പിടിച്ചപ്പോൾ അതിന് കാരണക്കാർ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് ഡെഷിയൂസ് രാജാവ് ഗാലിയൂസ് ചക്രവർത്തിയും പിന്നെയും മതപീഡനം അഴിച്ചുവിട്ടപ്പോൾ ആദ്യത്തെ രക്തസാക്ഷികളായിട്ട് മാറിയത് ഇവരാണ്. പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷിത്വത്തിൻ്റെ ആ ഒരു സമയത്ത് പോലും ധീരതയോടുകൂടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും സഭാതനയർക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഈ വിശുദ്ധരായ രക്തസാക്ഷികളുടെ തിരുനാൾ നമുക്കും ആഴമുള്ള ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുവാൻ, ഈ സെഞ്ചൂറിയനെ പോലെ ശതാധിപനെ പോലെ ധീരതയോടെ സാക്ഷ്യപ്പെടുത്താൻ, ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ നമുക്കും കഴിയട്ടെ.